ഒരു ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന പെൺമക്കളെ നല്ല സബർ വേണം, നല്ല ക്ഷമ വേണം, നല്ല സബറുള്ളവരാവണം. ഒരു കഥ പറയട്ടെ. ഒരമ്മായും ഉണ്ടായിരുന്നു, വളരെയധികം തന്റെ മരുമകളെ ചിത്രഹിംസ ചെയ്യുന്ന ആള്, മരുമകളെ എപ്പോഴും കുത്തുന്ന ആള്, മരുമകളെ എല്ലാ ദിവസം ചീത്ത പറയുന്ന ഒരു അമ്മായിമ്മ. ഒരു ദിവസം ഈ മരുമകൾ അങ്ങ് തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ ഭർത്താവ് ഗൾഫിലാണ്, എന്റെ ഭർത്താവ് ഗൾഫിലാണല്ലോ, ഈ ഭർത്താവ് വരുന്നതിന് മുമ്പ് എന്റെ അമ്മായിമ്മയെ ഒന്ന് കൊന്നുകളഞ്ഞാലോ, എന്റെ അമ്മായിമ്മയെ ഒന്ന് കൊന്നുകളഞ്ഞാലോ. എങ്ങനെയാണ് കൊല്ലാനുള്ള വഴി? നേരെ ഒരു ഡോക്ടറുടെ സമീപത്തേക്ക് പോയി പറയുകയാണ്, എനിക്ക് വല്ലാണ്ട് തലവേദനിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിനക്കൊരു രോഗവുമില്ലല്ലോ, എല്ലാ ടെസ്റ്റുകളും നോർമലാണല്ലോ. ഡോക്ടറോട് പറയുകയാണ്, എന്റെ ഏറ്റവും വലിയ രോഗം എന്റെ വീട്ടിലുള്ള അമ്മായിമ്മയാണ്, എന്റെ ഏറ്റവും വലിയ രോഗം എന്റെ അമ്മായിമ്മയാണ്, അതൊന്ന് തീർന്നു കിട്ടണോ, എന്നാൽ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചത് എന്ത് വേണമെങ്കിലും തരാം, എന്നാൽ ആ അമ്മായിമ്മയെ ഒന്നുകൂടെ കൊണ്ടുവന്ന് തരുവോ? നിങ്ങളെ വീട്ടിലല്ലേ ഉള്ളൂ, എനിക്കൊന്ന് കൊണ്ടുവന്ന് താ, ഞാനത് ശരിയാക്കി തരാം. അമ്മായിമ്മക്ക് വേണ്ടിയ മറന്ന് ഞാൻ കൊടുക്കാം. 40 ദിവസമാകുമ്പോൾ നിങ്ങൾ അമ്മായിമ്മ അങ്ങ് മരണപ്പെട്ടു പോകും, നിങ്ങൾ പേടിക്കണ്ട, അതിലുള്ള വ്യവസ്ഥകൾ ഞാൻ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. നേരെ അങ്ങ് ഡോക്ടർ ഈ പെണ്ണങ്ങ് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അമ്മായിമ്മയോട് ചോദിക്കുകയാണ്, സമയമുണ്ടോ? എന്തോ ഒരു ക്ഷീണം കാണുന്നുണ്ടല്ലോ മുഖത്ത്. അമ്മായിമ്മ പറഞ്ഞു, എന്തേടി ഇണ്ട് നിന്റെ മുസുണ്ട് നോക്കുമ്പോ എനിക്ക് എങ്ങനെ കണ്ട്. അങ്ങനെ തുടങ്ങി അമ്മായിമ്മ തുടങ്ങി ചീത്ത വിളിക്കാൻ, ചുമക്കാൻ തുടങ്ങി അമ്മായിമ്മ. ഈ ഉമ്മാന്റെ മനസ്സിലങ്ങ്, ഈ പെണ്ണിന്റെ മനസ്സിൽ പിന്നെയും തോന്നുകയാണ്, ഇവനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ, ഈ തല്ലയെ എങ്ങനെയൊന്ന് കൊന്നുകളയണമല്ലോ. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം കേൾക്കുകയാണ്, അമ്മായിമ്മ, അല്ല നിങ്ങളെ മുഖത്തിൽ എന്തോ ഒരു വിഷമം പോലെ, എന്തോ കഴിയാത്തത് പോലെ. അങ്ങനെ 2-3 വട്ടം സീക്കുണ്ട്, നിങ്ങൾക്ക് സീക്കുണ്ട്. ഉമ്മയോട് കയറി സംസാരിച്ചുകൂടാ. നിങ്ങളെ പ്രസവിക്കുന്ന സമയത്തോ ഒരുപാട് വേദന സഹിച്ചവരാണ് അവർ, ഒരുപാട് നൊമ്പരങ്ങൾ സഹിച്ചവരാണ് അവര്. ഉമ്മയുടെ വില മനസ്സിലാകണോ? ആ ഉമ്മയങ്ങ് മരണപ്പെട്ടു പോകണോ? അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളെ മക്കള് നല്ല മക്കളാകണോ, നിങ്ങളെ മക്കൾക്ക് നല്ല ഇൽമ കിട്ടണോ, നിങ്ങളെ മക്കള് നല്ല സാലിഹ്യങ്ങളാകണോ, അതിനൊരൊറ്റ ഒരു വഴിയേ ഉള്ളൂ. സുബ്ഹി നിസ്കാരത്തിന് അല്പം മുമ്പൊന്ന് എഴുന്നേറ്റണോ, തഹജ്ജുദ് നിസ്കരിക്കണോ, എന്നിട്ട് 2 കൈയങ്ങ് ഉയർത്ത് നിങ്ങളെ മക്കൾക്കൊന്ന് ദുആ ചെയ്തുകൂടെ? എങ്ങനെയുള്ള ഉമ്മയാണെങ്കിലോ, മകൻ മുസ്ലിമാണ്, ഉമ്മ മുസ്ലിമത്തല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത വേറെ ധർമ്മത്തിൽപ്പെട്ട ആളാണ്, എന്നാലും ആ ഉമ്മയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഓ എന്റെ യുവാക്കളെ, ഒരൊറ്റ ഒരു സമയത്ത് പോലും ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ. നീ വരാതെ നിന്റെ ഉമ്മ ഉറങ്ങൂലടാ, നീ വരാതെ നിന്റെ ഉമ്മാക്ക് ഭക്ഷണം വേണ്ടടാ, നീ വരാതെ നിന്റെ ഉമ്മാന്റെ മനസ്സ് പെടക്കുകയാണടാ, നീ വരാതെ നിന്റെ ഉമ്മാന്റെ കൽബ് പടഞ്ഞുകൊണ്ടിരിക്കുകയാണടാ. കാരണം നിന്റെ നൊന്തുപെട്ട ഉമ്മയാണതാ. ചിലപ്പോ നിന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം പിടിച്ചുകൂടാ, നിന്റെ മനസ്സിൽ വെറുപ്പ് വന്നുകൂടാ. കാരണം ആ ഉമ്മയുടെ ഖിദ്മത്ത് ചെയ്യാൻ നിനക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് വിജയിക്കാം, അള്ളാഹുവിന്റെ കോടതിയിൽ നിനക്ക് വിജയിക്കാം. ഏതൊരു ബിസിനസ് ചെയ്തോ, എത്ര വലിയ അവ വേണം കെട്ടിക്കോ, എത്ര വലിയ വീട് നിന്റെ
നിന്റേതായിക്കോട്ടെ, പക്ഷെ ആ വീട് ഉദ്ഘാടനം ചെയ്യേണ്ടത് സയ്യിദിനെക്കാളും ആലിമിനെക്കാളും ഏറ്റവും വലിയ സ്ഥാനം അത് ഉമ്മാക്കാണ്. ഉമ്മയില്ലാത്ത ഒരു ജീവിതമില്ല. യുവാക്കളെ, ഇനി മുതലെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? 10 മണിക്ക് മുമ്പ് എന്റെ വീട്ടിലെത്തോ, എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ജീവനുണ്ട്, അതാണ് എന്റെ ഉമ്മ. എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ജീവനുണ്ട്, അതാണ് എന്റെ ഉമ്മ. ചെറിയ വേദന വന്നാൽ നിങ്ങളെ ഉമ്മയല്ലേ നിങ്ങൾ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. ആ ഉമ്മയെ നല്ലോണം സ്നേഹിക്കണോ. ഉമ്മയെയും ബാപ്പയെയും സ്നേഹിച്ചാൽ കിട്ടുന്നത് എന്താണ്? നിനക്ക് സമ്പത്ത് വേണോ? അല്ലാഹു സമ്പത്ത് തരുമട്ടോ. നിനക്ക് വീട്ടില് ബർക്കത്ത് വേണോ? ധാരാളം ബർക്കത്ത് നിന്റെ വീട്ടില് വരുവട്ടോ. അതെല്ലാം നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്ന് സഫലമാകണോ? അതെല്ലാം സഫലീകരിക്കാൻ ആ ഉമ്മയുടെയും ബാപ്പയുടെയും ദുആ വേണോ? ബാപ്പ കാണുമ്പോൾ ചിരിക്കുന്ന ആളല്ല, പക്ഷേ ഒരു പെൺകുഞ്ഞിനെ ആ ബാപ്പ കല്യാണം കഴിച്ചോ ഒരു ഭർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോ അന്നത്തെ രാത്രി ബാപ്പ ഉറങ്ങാറില്ല. പാപ്പാക്ക് ഉറക്കം വരുന്നില്ല. വളരെയധികം പെൺമക്കളങ്ങ് സൂക്ഷിക്കണം, വളരെയധികം പെൺമക്കളങ്ങ് സൂക്ഷിക്കണം. കാരണം പാപ്പയും അത് നിങ്ങളെ വലിയ സ്വത്തുക്കളാണ്. പപ്പാന്റെ മനസ്സ് എന്റെ 18 വയസ്സ് വരെ എന്റെ കുഞ്ഞിനെ ഞാൻ പോറ്റി വളർത്തിയല്ലോ, കേട്ടതെല്ലാം ഞാൻ കൊടുത്തുവല്ലോ, എന്റെ വീട്ടിൽ സ്വതന്ത്രമായി നടന്നുവല്ലോ. ഇനരക്ക് എന്റെ കുഞ്ഞിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ? നിക്കാഹങ്ങ് ചെയ്തതിന്റെ ശേഷം ആ ബാപ്പ ഒന്ന് കൈപിടിച്ചങ്ങ് ഏൽപ്പിക്കുമ്പോ ബാപ്പങ്ങ് പൊട്ടിക്കറയുകയാണ്. മനസ്സറിഞ്ഞിട്ടുള്ള കരച്ചിലുകളാണ്. അല്ലെങ്കിൽ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ ആ കുടുംബത്തിലുള്ളവർ കരയുന്നത് എന്തിനാണ്? 4 ബണ്ടാലല്ലേ, പിന്നെ എന്തെങ്കിലും ഉൾപ്പിട്ടേ അതിനുണ്ടാവും ചിലർ സമാധാനാക്കട സ്റ്റൈൽ. എന്തൊക്കെ ബബിൾ പിട്ടേ 4 ബണ്ടാല്. പിന്നീട് നിന്റെ ബന്ധം അങ്ങ് തീർന്നുപോയി. പിന്നെ നീ മരിച്ചെങ്കിൽ പോലും ആ മരിച്ചതിന് വേണ്ടി മറുപടി പറയാൻ ആ മരിച്ച മയ്യത്ത് കാണാൻ നിന്റെ ഭർത്താവിന്റെ സമ്മതം വേണോ? ഭർത്താവിന്റെ സമ്മതമില്ലാതെ നിന്റെ മയ്യത്ത് കാണാൻ കഴിയൂല. അതാണ് ബാപ്പ. ഒരു ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന പെൺമക്കളെ നല്ല സബർ വേണം, നല്ല ക്ഷമ വേണം, നല്ല സബറുള്ളവരാവണം. ഒരു കഥ പറയട്ടെ. ഒരമ്മായും ഉണ്ടായിരുന്നു, വളരെയധികം തന്റെ മരുമകളെ ചിത്രഹിംസ ചെയ്യുന്ന ആള്, മരുമകളെ എപ്പോഴും കുത്തുന്ന ആള്, മരുമകളെ എല്ലാ ദിവസവും ചീത്ത പറയുന്ന ഒരു അമ്മായിമ്മ. ഒരു ദിവസം ഈ മരുമകൾ അങ്ങ് തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ ഭർത്താവ് ഗൾഫിലാണ്, എന്റെ ഭർത്താവ് ഗൾഫിലാണല്ലോ, ഈ ഭർത്താവ് വരുന്നതിന് മുമ്പ് എന്റെ അമ്മായിമ്മയെ ഒന്ന് കൊന്നുകളഞ്ഞാലോ, എന്റെ അമ്മായിമ്മയെ ഒന്ന് കൊന്നുകളഞ്ഞാലോ. എങ്ങനെയാണ് കൊല്ലാനുള്ള വഴി? നേരെ ഒരു ഡോക്ടറുടെ സമീപത്തേക്ക് പോയി പറയുകയാണ്, എനിക്ക് വല്ലാണ്ട് തലവേദനിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിനക്കൊരു രോഗവുമില്ലല്ലോ, എല്ലാ ടെസ്റ്റുകളും നോർമലാണല്ലോ. ഡോക്ടറോട് പറയുകയാണ്, എന്റെ ഏറ്റവും വലിയ രോഗം എന്റെ വീട്ടിലുള്ള അമ്മായിമ്മയാണ്, എന്റെ ഏറ്റവും വലിയ രോഗം എന്റെ അമ്മായിമ്മയാണ്, അതൊന്ന് തീർന്നു കിട്ടണോ? എന്നാൽ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചത് എന്ത് വേണമെങ്കിലും തരാം, എന്നാൽ ആ അമ്മായിമ്മയെ ഒന്നുകൂടെ കൊണ്ടുവന്ന് തരുവോ? നിങ്ങളെ വീട്ടിലല്ലേ ഉള്ളോ, എനിക്കൊന്ന് കൊണ്ടുവന്ന് താ, ഞാനത് ശരിയാക്കി തരാം. അമ്മായിമ്മക്ക് വേണ്ടിയ മറന്ന് ഞാൻ കൊടുക്കാം. 40 ദിവസമാകുമ്പോൾ നിങ്ങൾ അമ്മായിമ്മ അങ്ങ് മരണപ്പെട്ടു പോകും. നിങ്ങൾ പേടിക്കണ്ട, അതിലുള്ള വ്യവസ്ഥകൾ ഞാൻ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. നേരെ അങ്ങ് ഡോക്ടർ
ഈ പെണ്ണങ്ങ് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അമ്മായിമ്മയോട് ചോദിക്കുകയാണ്, സമയമുണ്ടോ? എന്തോ ഒരു ക്ഷീണം കാണുന്നുണ്ടല്ലോ മുഖത്ത്. അമ്മായിമ്മ പറഞ്ഞു, എന്തെടി ഇണ്ട് നിന്റെ മുസുണ്ട് നോക്കുമ്പോ എനിക്ക് എങ്ങനെ കണ്ട്. അങ്ങനെ തുടങ്ങി അമ്മായിമ്മ തുടങ്ങി ചീത്ത വിളിക്കാൻ, ചുമക്കാൻ തുടങ്ങി അമ്മായിമ്മ. ഈ ഉമ്മാന്റെ മനസ്സിലങ്ങ്, ഈ പെണ്ണിന്റെ മനസ്സിൽ പിന്നെയും തോന്നുകയാണ്, ഇവനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ, ഈ തല്ലയെ എങ്ങനെയൊന്ന് കൊന്നുകളയണമല്ലോ. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം കേൾക്കുകയാണ്, അമ്മായിമ്മ, അല്ല നിങ്ങളെ മുഖത്തിൽ എന്തോ ഒരു വിഷമം പോലെ, എന്തോ കഴിയാത്തത് പോലെ. അങ്ങനെ 2-3 പട്ട സീക്കുണ്ട് ചെന്നെങ്കിൽ നമുക്ക് സീക്കുണ്ട്, അങ്ങനെ ഉണ്ട്. എന്ത് മുഖത്തിൽ എന്തോ തീരാത്ത പോലെ നമുക്ക് പാണ്ട് കൈക്കാൽ നൊമ്പള ബച്ചിടെ മേൽക്കൈ നൊമ്പള, അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ തെല്ലാപ്പുറ പോയിട്ടാകുമ്പോ ഒക്കാണ്ട് അങ്ങനെ അവിടെയാണ്. ഏതായാലും അമ്മായിമ്മ പറഞ്ഞു, അതേ ഒന്ന് ചെക്കപ്പ് ചെയ്യാം, എന്റെ മനസ്സിനും അങ്ങനെ തോന്നുന്നുണ്ട്. ഈ പെണ്ണങ്ങ് സന്തോഷത്തോടെ തുള്ളിച്ചാടി നേരെ അമ്മായിമ്മയെ കൊണ്ടുവന്നു ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടറോട് പറഞ്ഞു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഡോക്ടർ 40 ദിവസത്തിന്റെ മറന്നെഴുതി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഡോക്ടർ പറഞ്ഞു, ഈ മറന്ന് കൃത്യമായി 3 സമയത്ത് കൊടുക്കണോ. പക്ഷേ അമ്മായിമ്മ രാവിലെ വേഗം എഴുന്നേൽത്ത് പണിയെടുക്കാൻ പാടില്ല. ഈ മറന്നങ്ങ് കുടിച്ചാൽ സുഖമാവും. അങ്ങനെ ഈ 40 ദിവസത്തിന്റെ മറന്നങ്ങ് എഴുതി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. 40 ദിവസമാകുമ്പോൾ ഈ തള്ളയങ്ങ് മരണപ്പെട്ടു പോകുമല്ലോ. മരുമകള് സന്തോഷത്തോട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിലതാ നല്ല വിരിപ്പങ്ങ് വിരിച്ചു കൊടുത്തു. തന്റെ അമ്മായിമ്മയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. രാവിലെ 9 മണി വരെ കിടന്നുറങ്ങിയ മരുമകൾ അന്ന് രാവിലെ 6 മണിക്കങ്ങ് എഴുന്നേൽക്കുകയാണ്. അതേ, തന്റെ അമ്മായിമ്മക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏകദേശം 40 ദിവസം കഴിയുമ്പോ ഈ മങ്ങ് മരണപ്പെട്ടു പോകുമല്ലോ. ആ സന്തോഷത്തോടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അമ്മായിമ്മ ഉറക്കിലിരുന്നേക്കുമ്പോ നേരെ കൊണ്ടുപോയി ഭക്ഷണങ്ങൾ വെക്കുന്നുണ്ട്. വേണ്ടിയ എല്ലാ ശുശ്രൂഷം ചെയ്യാൻ വേണ്ടിയുള്ള ഔഷധങ്ങൾ വെക്കുന്നുണ്ട്. അമ്മായിമ്മക്ക് വളരെ സന്തോഷമുണ്ട്. ഉച്ചക്കും കൊടുക്കുന്നുണ്ട്, അസ്ര സമയത്ത് കൊടുക്കുന്നുണ്ട്. 2 ദിവസമായി. 3-ാമത്തെ ദിവസമാകുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഒരു വിളിയാളം കേൾക്കുകയാണ്, മോളെ നീ എഴുന്നേൽക്കില്ലേ? ഇന്ന് വരെ വിളിക്കാത്ത അമ്മായിമ്മ വിളിക്കുകയാണ്, മോളെ ഒന്ന് എഴുന്നേൽക്കില്ലേ? അപ്പോഴാണ് ഈ പെണ്ണിന്റെ മനസ്സങ്ങ് പെടക്കുന്നത്. ഓ, എന്നെ ഇപ്പൊ മോള് വിളിക്കാൻ മനസ്സ് തോന്നിയില്ലേ? ഇനൊരു 33 ദിവസമല്ലേ, നീ അന്ന് തീർന്നു കിട്ടൂലേ? അങ്ങനെ 3-7 ദിവസങ്ങൾ കഴിയുകയാണ്. 7-ാമത്തെ ദിവസം ഈ മരുമകളങ്ങ് ഉറങ്ങിപ്പോയി. 9 മണി വരെ ഈ മരുമകളങ്ങ് ഉറങ്ങിപ്പോയി. അമ്മായിമ്മ വേഗം എഴുന്നേറ്റു. എന്നിട്ട് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മരുമകളെ മുമ്പിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ വളരെ ക്ഷീണിതനായി ഞാൻ നിന്നെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉണർത്താത്തത്. എന്റെ മകളങ്ങ് ഭക്ഷണം കഴിച്ചോ? ഇതങ്ങ് പറയുമ്പോ ഇവരുടെ മനസ്സങ്ങ് തളറുകയാണ്. 7 ദിവസങ്ങൾ കഴിഞ്ഞു, 10 ദിവസങ്ങളായി, ദിവസം 20ആയി. 20-ാമത്തെ ദിവസം വളരെയധികം മാറ്റം കാണുന്നുണ്ട്. മോളെ വിട്ട് അമ്മായിമ്മക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അമ്മായിമ്മയെ വിട്ട് മകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. മരുമകളും മോളും അതുപോലെ തന്നെ അമ്മായിമ്മയും വളരെ അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പോൾ 21-ാമത്തെ ദിവസം ഓടിച്ചെല്ലുന്നു. ഡോക്ടർ അടുത്തേക്ക് ഓടുകയാണ്. ഡോക്ടറെ, മറന്ന് നിർത്തിക്കോട്ടെ, എന്റെ അമ്മായിമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, മറന്നൊന്ന് നിർത്തിക്കോട്ടെ. എങ്ങനെങ്കിലും എന്റെ അമ്മായിമ്മ എനിക്ക് തിരിച്ചു വേണം. ഭർത്താവില്ലെങ്കിലും ഞാൻ ജീവിക്കാം, പക്ഷേ ഭർത്താവിന്റെ ഉമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല.
സുബ്ഹാനല്ലാഹ്. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല, അന്ന് തന്നെ ചിന്തിക്കണമായിരുന്നു. ഇപ്പൊ ചിന്തിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? അന്ന് തന്നെ ചിന്തിച്ചാൽ നന്നായിരുന്നു. ഡോക്ടറുടെ അടുത്ത് നിന്ന് തിരിച്ചു വരുമ്പോ ഡോക്ടർ പറഞ്ഞു 40 ദിവസമല്ലേ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് 40 ദിവസം മറന്നു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെയും മറന്നു കൊടുക്കുമ്പോ ഈ പെണ്ണിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ദിവസം 30 ആകുന്നുണ്ട്. 31 ദിവസങ്ങൾ കഴിഞ്ഞു. 35-ാമത്തെ ദിവസം 5 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ അമ്മായിയുമ്മയെ കാണാൻ കഴിയില്ലല്ലോ. അമ്മായിയുമ്മാന്റെ മടിത്തട്ടിൽ തല വെച്ച് കിടക്കുന്നുണ്ട്. പിരിഞ്ഞു പോകാൻ മനസ്സ് വരുന്നില്ല. 37-ാമത്തെ ദിവസം ഡോക്ടർ അടുത്തേക്ക് പോവുകയാണ്. അല്ലയോ ഡോക്ടറെ, 3 ദിവസം അങ്ങ് കഴിഞ്ഞാൽ എന്റെ അമ്മായിയുമ്മ മരണപ്പെട്ടു പോകുമെന്നതാണ് എന്റെ പേടി. ഒന്ന് ശരിപ്പെടുത്തി തരുമോ? എന്റെ സ്വർണങ്ങൾ മുഴുവനും തരാം, എന്റെ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് തരാം. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ 3 ദിവസമല്ല, എത്ര ദിവസം കഴിഞ്ഞാലും ഞാൻ മരിപ്പിക്കുന്ന മലക്കല്ല. നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്. രോഗം നിന്റെ അമ്മായിക്കല്ല, രോഗം നിനക്കാണ്. ശരിയാകേണ്ടവള് നീയാണ്. നീ ഒന്ന് രാവിലെ വേഗം എഴുന്നേൽക്കുമ്പോ, രാവിലെ അങ്ങ് വേഗം എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ അമ്മായിമാന്റെ മനസ്സങ്ങ് കുളിർന്നു. ആ ഉമ്മ എന്ന വാക്ക് പറയുമ്പോ, ആ ഉമ്മാക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ, ആ ഉമ്മാക്ക് വേണ്ടിയ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ പരസ്പരം ഇങ്ങനെ സ്നേഹം കൂടി വന്നു. ഞാൻ ചികിത്സിച്ചത് നിന്റെ അമ്മായിയുമ്മയല്ല, ഞാൻ ചികിത്സിച്ചത് നിന്നെയാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോട് ജീവിക്കണേ. ഡോക്ടറോട് നന്ദി പറഞ്ഞു. പിന്നീട് നല്ല നിലക്കങ്ങ് ജീവിച്ചു. വളരെയധികം ക്ഷമയോട് ജീവിക്കണോ, നല്ല സബർ വേണോ. രാവിലെ കല്യാണം കഴിച്ചു പോകുന്ന പെൺമക്കളുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള കാര്യങ്ങളോ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞുകൂടാ. നിങ്ങളെ പെങ്ങമാർ നിങ്ങൾക്ക് സപ്പോർട്ടാക്കോ, നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് സപ്പോർട്ടാക്കും, ശരി തന്നെയാണ്. പക്ഷേ നിന്റെ ജീവിതം അത് തകരാറാവാൻ കാരണമായി തീരും. അതുകൊണ്ട് എല്ലാം അവിടെയുണ്ടായ കാര്യങ്ങൾ മുഴുവനും ഇവിടെ വന്ന് പറഞ്ഞുകൂടാ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങട്ടെ. ഉമ്മയോട് നല്ല നിലക്കുള്ള സ്നേഹം വേണം. അതുപോലെ അമ്മായിയുമ്മയോടും നല്ല നിലക്കുള്ള സ്നേഹം വേണം. ഏട്ടന്റെ ഭാര്യയെയും സ്നേഹിക്കണം, പെങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. യുവാക്കളെ, 10 മണിയാകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് എത്തണോ. എല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ മാറി വെക്കണോ. നല്ല നിലയ്ക്ക് മക്കളെ സ്നേഹിക്കണോ. മക്കൾക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ നല്ല സിസ്റ്റം അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണോ. ഇപ്പൊ ബലിയങ്ങളെ കണ്ടെങ്കിൽ ബഹുമാനം ഇല്ലേ ഇല്ല. മുന്നത്തെ കാലത്ത് ഒരു വയസ്സായ ഉപ്പാപ്പ വരുന്നുണ്ടെങ്കിൽ എല്ലാരും എഴുന്നേറ്റ് നിൽക്കും. ഉമ്മാമ പണ്ടെങ്കിൽ അച്ചുമ്മ വന്നേ എഞ്ചു നിൽക്കും. ഇന്ന് അങ്ങനല്ലല്ലോ. വയസ്സാപ്പ ഉപ്പാപ്പ ബർട്ട്, അയാള് ബൂളട്ട്, അയാൾ ഉത്താക്കട ആളില്ല. ബൈക്കിലൊരുത്തി പാലക്കാർത്തി പോന്നെങ്കിൽ എല്ലാരും പോയി എത്തും. എന്താ 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 അപ്പുറത്ത് മൂന്ന് ഇനർത്ത മൂന്നറ അവിടെ നോക്കടെ കത്തിയില്ല. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനം ഞങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. ചെറിയ മക്കൾക്ക് വീട്ടിൽ ഉമ്മമാര് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നല്ല നിലക്കുള്ള പാഠങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. ഉമ്മമാരുടെ ജീവിതം കണ്ട് മക്കള് പഠിക്കണം. ഈ പറച്ചലുള്ള പഠിക്കലവിടെ കൊണ്ടുണ്ട് ഔത്തത് ചങ്ങായിമാരോട്ട് സേരിട്ട് പെടക്കായിടേ അല്ല.
ചങ്ങായിമാരുടെ സൈഡിട്ട് ബെടക്കായിടല്ല അബ്ബ ഉമ്മ ಗಲಾಟೆಯಾಕಂಬತ್ತಕ್ಕೆ ರೂಮಡ ಉಳ್ಗ ಎತ್ತರ ಬೆನೆ ಅಡ್ಚಲೋರು ಅಂದ್ರೆ ಅರ್ಥ ಗಲಾಟೆಗರು ಉಂಟಲ್ಲ ಬಾಯಿಲಿട്ട് അടിച്ചലോറ് മക്കളെ എതിരിലടിക്കണ്ട സ്വന്തം ഉമ്മയും ബാപ്പയും ഗലാട്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ മക്കള് പഠനത്തിൽ പിന്നോക്കമുണ്ടാകും പഠനത്തിൽ ബാക്ക്വേർഡ് പൂളവുള്ള ചില കാരണങ്ങള് മഹാന്മാർ പടിപ്പാട്ടി തണ്ടാറ് സ്വന്തം ഉമ്മയും ബാപ്പയും സമാധാനമില്ലാത്ത ജീവിതം കുഞ്ഞ് പഠിക്കൂല കുഞ്ഞിന്റെ മനസ്സിൽ അതേ ഉണ്ടാവും റബ്ബേ എന്റെ ഉമ്മ ബാപ്പ ഒന്ന് നല്ല ഐഡിയ മയ്യാവത്ത് ഒരിക്കലും വേണ്ടാത്ത വാക്ക് മക്കളുടെ മുമ്പിൽ യൂസ് ചെയ്യരുത് നീ ഒരിക്കലും നന്നാവൂല എന്നൊരിക്കലും പറയാൻ പാടില്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അപ്പാർത്ത ഉത്തരവുണ്ട് നോക്കിയിട്ട് പടി ഇപ്പാർത്ത ഉത്തരവുണ്ട് നോക്കിയിട്ട് പടി ചെല്ലാൻ പാടില്ല കാരണം നിന്റെ കുഞ്ഞാണത് നിന്റെ കുഞ്ഞ് നിന്റെ അഭിമാനമാണ് അദ്ദേഹത്തിന് ആ കുഞ്ഞിക്ക് അറിയുന്നത് പഠിച്ചോട്ടെ ആ കുഞ്ഞിക്ക് അറിയുന്ന രൂപത്തിൽ അത് പഠിച്ചോട്ടെ മുഅ്മിനീങ്ങളെ ഈമാനുള്ള ഉമ്മമാരെ ഭർത്താവിനെ നല്ല നിലയ്ക്ക് പരിഗണിക്കണോ നല്ല കെയർ ചെയ്യുന്ന ഭാര്യയാകണോ 9 മണിയായിട്ടും ഭർത്താവ് എത്തിയിട്ടില്ല ഒരു ഫോൺ ചെയ്തെങ്കിലും ചോദിക്കണോ നിങ്ങൾ എവിടെയാണ് എത്ര മണിക്കാണ് എത്തുന്നത് ആ ഒരു സ്നേഹം നിങ്ങളെ ഖൽബിൽ വേണം അതുപോലെ തന്നെ 9 മണിയായി ഡ്യൂട്ടിന്റെ ഭാഗത്താണ് ഭർത്താവ് പോയി നിൽക്കുന്നത് ഒരു 9 മണിയാകുമ്പോ വീണ്ടും ഒരു കോൾ ചെയ്യണോ എന്നിട്ട് ചോദിക്കണം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഉച്ചക്കൊരു കോൾ ചെയ്യണോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അങ്ങനെ നല്ല സ്നേഹബന്ധം വേണോ ഒന്നായി ഇരുന്ന് ഭക്ഷണം കഴിക്കണോ രാത്രി ഭർത്താവ് വന്നതിന്റെ ശേഷം ഒരു സുപ്രയിൽ അങ്ങ് ഇരുന്ന് ഭക്ഷണം കഴിക്കണോ അതില് വലിയ ബർക്കത്താണ് ഇത് മാപ്പിള പെഞ്ഞായി അടുപ്പുകാരൽ തിന്നടെ മാപ്പിള ഡൈനിങ് ടേബിളിൽ തിന്നറെ മക്ക ഔത്തര ജാലിങ്ങനെ വെച്ചിട്ട് തിന്നറെ അങ്ങനെ ആവരുത് അതിലൊരു ബർക്കത്തില്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണോ നിങ്ങളെ മാപ്പിളമാർ നല്ല മാപ്പിളമാരാവണോ എന്നാൽ നിങ്ങൾ ഒന്നായി ഭക്ഷണം കഴിക്കണോ എന്നിട്ടോ എന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്തങ്ങ് ഓതി ഭക്ഷണത്തിലേക്ക് അങ്ങ് ഊതണോ എന്നാൽ നിന്റെ ഭർത്താവിന് നിന്നോട് നല്ല സ്നേഹമുണ്ടാവും അതുകൊണ്ട് അവസാനമായി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തട്ടെ കോളേജിലേക്ക് പോകുന്ന പല ടൂറുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പല പെൺമക്കളും ടൂറിലേക്ക് പോകുന്ന ഒരു സംരംഭമാണിപ്പോൾ പല കോളേജ് ടൂറുകൾ നടക്കുന്നുണ്ട് നിന്റെ മകള് വയസ്സെത്തിയിട്ടുണ്ടോ എന്നാൽ ആ ടൂറിന് നീ അനുവദിച്ചുകൂടാ കാരണം ടൂറിലേക്ക് പോകുമ്പോ നീ ഒരു ചെറിയ സ്വാതന്ത്ര്യം മാത്രമാണ് കൊടുക്കുന്നത് നിന്റെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാ പിന്നീടും കേൾക്കോ പിന്നെ ആ പെണ്ണ് നാട് ചുറ്റാൻ തുടങ്ങോ അതുകൊണ്ട് മോളെ അവളോടങ്ങ് പറയണോ സ്കൂൾ ടൂർ നിനക്ക് വേണ്ട നീ ചെറിയ പെണ്ണല്ല ഇപ്പൊ നിനക്ക് വെളിയായിട്ടുണ്ട് നിനക്ക് വയസ്സെത്തിയിട്ടുണ്ട് എല്ലാരും പോകും പോലെ നീ പോകണ്ട ബസ്സിൽ അങ്ങ് ഡാൻസ് ചെയ്യുമ്പോ എല്ലാ മതസ്ഥരും അവിടെ ഉണ്ടാവൂലേ എല്ലാ ആൺമക്കളും അവിടെ ഉണ്ടാവൂലേ ആൺമക്കളുടെ പ്രശ്നമല്ലല്ലോ അത് നിന്റെ പെണ്ണിനെ നീ ഒതുക്കി അങ്ങനെ ഇരുത്തണോ ആൺമക്കള് ടൂറിലേക്ക് പോയാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതാണാണ് അവനക്കൊരു പ്രശ്നമുണ്ടാകൂല അത് പിന്നീട് ശരിയാകും പെൺമക്കൾ അങ്ങനെയല്ല അതൊരു ഗ്ലാസ് പോലെയാണ് കുപ്പിന്റെ ഗ്ലാസ് പോലെയാണ് വളരെയധികം സൂക്ഷിക്കണം കുപ്പിയുടെ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയാലോ പിന്നീടേക്കങ്ങ് പ്ലാസ്റ്റർ ഇട്ടു എന്നിട്ട് വെള്ളമൊഴിച്ചു എന്നാലും അവിടെ അങ്ങ് മാനം പോവൂലേ അതിൽ നിന്ന് വെള്ളം അങ്ങ് പോവൂലേ മുഅ്മിനീങ്ങളെ നിങ്ങളെ ഭർത്താവല്ലാതെ മറ്റൊരുത്തനോട് കുഞ്ഞു കൊയഞ്ഞ് സംസാരിച്ചുകൂടാ
നിന്റെ ശരീരം അത് നിന്റെ ഭർത്താവിനുള്ളതാണ്, നിന്റെ എല്ലാം അത് നിന്റെ ഭർത്താവിനുള്ളതാണ്. നിന്റെ മഫ്തയും പർദയും അത് ഇസ്ലാം എന്തിനാണ് ആക്കി വെച്ചതോ? നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഏത് നിലക്കുള്ള വസ്ത്രം വേണമെങ്കിലും അണിഞ്ഞോ, എത്ര വേണമെങ്കിലും സംസാരിച്ചോ. പക്ഷേ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരുത്തനോട് സംസാരിച്ചുകൂടാ, ഹറാമിലേക്ക് ചാടിക്കൂടാ, ഹറാം കണ്ടുകൂടാ, ഹറാം കേട്ടുകൂടാ. ഹറാമിൽ നിന്ന് വ്യതിചലിച്ച് നല്ല നിലക്കുള്ളൊരു ജീവിതം വേണം. നല്ല നിലക്കൊരു മുഅ്മിനായി മുഅ്മിനത്തായി ജീവിക്കണം. റബ്ബ് തുണക്കട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ.